ബാക്ക്. ഇന്ന് നാം പ്രിപ്പയർ ചെയ്യുന്നത് ഒരു മിൽക്ക് ഷേക്കാണ്. ബീട്രൂട്ട് മിൽക്ക് ഷേക്ക്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു മിൽക്ക് ഷേക്കാണ്. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ലൈസ് ചെയ്ത ബീട്രൂട്ട്, മിൽക്ക് മെയ്ഡ്, ചിൽഡ് മിൽക്ക്, ബേസിൽ സീഡ്സ്, റോബസ്റ്റ പഴം, പഴുത്ത ഏത്തപ്പഴം, ഇത്രയുമാണ് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് റോബസ്റ്റ പഴം ചേർത്തുള്ള മിൽക്ക് ഷേക്കാണ്. അതിലേക്കായി ആദ്യം സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള ബീട്രൂട്ട് ബോയിൽ ചെയ്തെടുക്കണം. നന്നായി സ്ലൈസ് ചെയ്ത ബീട്രൂട്ട് ഒരു പാനിലേക്ക് ഇടാം. ബോയിൽ ചെയ്യാനായി കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. ഏകദേശം 3 മിനിറ്റ് നമുക്കിത് ബോയിൽ ചെയ്യണം. നന്നായി ബോയിൽ ചെയ്ത് കിട്ടുന്ന അതിൻ്റെ ആ വെള്ളമാണ് നമ്മൾ മിൽക്ക് ഷേക്കിനായിട്ട് യൂസ് ചെയ്യുന്നത്. ബീട്രൂട്ട് ബോയിൽ ചെയ്തതിൻ്റെ വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതിൻ്റെ എല്ലാ ന്യൂട്രിയൻസും അതിൽ അടങ്ങിയിട്ടുണ്ടാകും. ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞു. നന്നായി ബോയിലായി കഴിഞ്ഞു. നന്നായി കളറൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി സ്ട്രെയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം അത് തണുപ്പിക്കാനായി മാറ്റി വയ്ക്കാം. നമ്മൾ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം കിട്ടിയ ഈ ബീട്രൂട്ട് അത് വേസ്റ്റാക്കി കളയരുത്. സാധാരണ കറിക്ക് ഉപയോഗിക്കുന്നത് പോലെ തോരനായിട്ടോ സലാഡിന് വേണ്ടിയിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഏകദേശം തണുക്കാനായി കുറച്ച് സമയമെടുക്കും. ആ സമയത്ത് നമുക്ക് ഈ ബേസിൽ സീഡ്സിൽ അല്പം വെള്ളം ഒഴിച്ച് വയ്ക്കാം. അത് കുതിർന്ന് കിട്ടാനായിട്ടാണ്. ഇനി അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. മിക്സിയുടെ ജാറിലേക്ക് റോബസ്റ്റ പഴം ചേർത്ത് കൊടുക്കാം, സ്ലൈസ് ചെയ്തത്. അതിലേക്ക് ബീട്രൂട്ട് ബോയിൽ ചെയ്തെടുത്ത വെള്ളത്തിൻ്റെ ഒരു ഹാഫ് പോർഷൻ ചേർത്ത് കൊടുക്കണം. നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചിൽഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. മിൽക്ക് ചേർത്തതിന് ശേഷം മധുരത്തിനായി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡിന് പകരം ഷുഗറും യൂസ് ചെയ്യാവുന്നതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായി അത് ബ്ലെൻഡ് ചെയ്യാം. നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക. നമ്മുടെ മിൽക്ക് ഷേക്കിൻ്റെ മിക്സ് റെഡിയായി കഴിഞ്ഞു. അത് ഗ്ലാസ്സിലേക്ക് പകരുന്നതിന് മുമ്പേ ബേസിൽ സീഡ്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് ഇപ്പോൾ മിക്സ് ചെയ്തെടുത്ത ആ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡിയായി കഴിഞ്ഞു. റോബസ്റ്റ പഴം ചേർത്തുള്ള അതേ ഫ്ലേവറിലുള്ള മിൽക്ക് ഷേക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഏത്തപ്പഴം ഉപയോഗിച്ചുള്ള മിൽക്ക് ഷേക്കിലേക്ക് കിടക്കാം. റോബസ്റ്റ പഴം ഉപയോഗിച്ച് തയ്യാറാക്കിയ അതേ മെത്തേഡിൽ തന്നെയാണ്, അതേ ഇൻഗ്രീഡിയൻസ്. അതിൽ നിന്ന് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. റോബസ്റ്റ പഴത്തിന് പകരം ഏത്തപ്പഴമാണ് നാം ഇതിൽ ഉപയോഗിക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് മിക്സ് ചെയ്ത് ആ ഷേക്കും റെഡിയായി കഴിഞ്ഞു. ഗ്ലാസ്സിലേക്ക് പകരുന്നതിന് മുമ്പ് ബേസിൽ സീഡ്സ് ഇട്ട് കൊടുക്കാം. അതിന് മേലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ 2 മിൽക്ക് ഷേക്കുകൾ, റോബസ്റ്റ പഴവും ഏത്തപ്പഴവും ചേർത്തുള്ള ബീട്രൂട്ട് മിൽക്ക് ഷേക്ക് റെഡിയായി കഴിഞ്ഞു. ഇതിന് ടോപ്പിംഗ് ആയിട്ട് ഐസ്ക്രീം ചേർത്തും യൂസ് ചെയ്യാവുന്നതാണ്. ബീട്രൂട്ട് മിൽക്ക് ഷേക്കിൻ്റെ ഈ സിമ്പിൾ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.